കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജൽജീവൻ മിഷന്റെ പേരിൽ നിന്നാണ് തട്ടിപ്പിൽ. ജപ്തി നോട്ടീസ് പിൻവലിക്കാനൊരുങ്ങി കേരള വാട്ടർ അതോറിറ്റി. 24 വാർത്തയെ തുടർന്ന നടപടി. അരുൺ പാറക്കിലേക്ക് വരും മുമ്പ് അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു അദാലത്തിൽ വാട്ടർ അതോറിറ്റി ഈ ഒരു വിവരം ശേഖരിച്ചുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് യമുനക്കയുടെ ആ ജപ്തി നോട്ടീസ് പിൻവലിക്കാനുള്ള തീരുമാനം എടുത്തത് വളരെ സന്തോഷമാണ്. ന്യൂസ് 24ൻ്റെ ഇടപെടലോടുകൂടിയായിരുന്നു യമുനക്കയ്ക്ക് ഇന്ന് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, നമ്മുടെ വാർത്തയുടെ ഇടപെടൽ ഫലം കാണും, നല്ല കാര്യം. പക്ഷേ ഈ ഉപയോഗിച്ച വെള്ളത്തിനാണെങ്കിൽ പിന്നെയും പറയാം, അതും 17,725 പറയുന്ന അന്യായമാണ്. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ഈ കൊടും ബില്ല് എങ്ങനെ വന്നു എന്ന് വാട്ടർ അതോറിറ്റി പരിശോധിക്കുമോ? വേറെ ആർക്കെങ്കിലും അങ്ങനെ പോയിട്ടുണ്ട് എന്നതടക്കം പരിശോധിക്കുമോ അരുൺ? ഹാഷ്മി, നമ്മൾ ഒരു മാസം മുൻപാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മഞ്ചേശ്വരം വോർക്കാടി പഞ്ചായത്താണ്. ഈ വോർക്കാടി പഞ്ചായത്തിൽ മാത്രമല്ല, എൻമകജെ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട്, അതായത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അത് നിരവധി തവണ ആ വാർത്തകളും നൽകിയതാണ്. ഇപ്പോൾ ഒടുവിൽ വന്നത് യമുന, വോർക്കാടി സ്വദേശിയായി യമുനയ്ക്ക് 17,725 രൂപ ബില്ല് വന്നു എന്നതാണ്. ഈ ബില്ല് വന്നു എന്നത് മാത്രമല്ല, ഈ ബില്ല് അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നായിരുന്നു ഭീഷണി. പക്ഷേ ആ വീട് താമസയോഗ്യമല്ലാത്തൊരു വീടായിരുന്നു. ഇവർ 10 വർഷത്തോളമായി ആ വീട്ടിൽ താമസവും ഇല്ലാത്തതാണ്. അക്കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തെത്തിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് വാട്ടർ അതോറിറ്റി ഒരു അദാലത്ത് ഈ വോർക്കാടി പഞ്ചായത്തിൽ വെച്ചത്. ഇങ്ങനെ ബില്ല് ലഭിച്ച 50,000-ഉം 1,00,000-ഉം ഒക്കെ ബില്ല് ലഭിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു അദാലത്ത് അവിടെ വെച്ചു. അതിനുശേഷമാണ് യമുനയുടെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടത്. ഇപ്പോൾ ഈ 17,725 രൂപ അത് അടയ്ക്കേണ്ടതില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നുണ്ട്. ഹാഷ്മി, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 17,725 രൂപ അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യും എന്നതായിരുന്നു മുന്നറിയിപ്പ്. ഭീഷണി എന്തായാലും ഒഴിവായി പോകുന്നു വാർത്തയുടെ ഇടപെടൽ.